വി.ഡി. സതീശൻ ക്യാബിനറ്റ് ടീം UDF ഇന്ന് അധികാരമേറ്റിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലബാർ ജേണലിൻ്റെ ചീഫ് എഡിറ്റർ KP സേതുനാഥാണ്. സാർ, ഇന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒപ്പം മറ്റുള്ള മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം നടന്നതിന് ശേഷം വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ഇന്നലെയുള്ള വാർത്തകളിൽ നിന്നൊക്കെ വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായോ ചോദിച്ചാൽ ഇത്തിരി സംശയകരമാണ്. പക്ഷേ എന്നിരുന്നാലും ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചില പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 തൊട്ട് തുടങ്ങുന്ന പറഞ്ഞു. മാത്രമല്ല, പാചക തൊഴിലാളികൾ, അംഗനവാടി തൊഴിലാളി, അങ്ങനെ പല തൊഴിലാളികൾക്കും 1000 രൂപയുടെ വർധന, ഒപ്പം ആശാ വർക്കർമാർക്ക് 3000 രൂപയുടെ വേതന വർധനവും സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാർ എങ്ങനെയാണ് അതിനെ വിശകലനം ചെയ്യുന്നത്? ഇപ്പോൾ അവരുടെ UDFൻ്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു പ്രധാന 5 പോയിന്റുകളാണ്. അതായത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന 5 ഗ്യാരണ്ടികളിൽ പ്രധാനമായിട്ടുള്ളതായിരുന്നു KSRTCയിലെ സൗജന്യ യാത്ര, ഈ പറഞ്ഞ ആശാ വർക്കേഴ്സിൻ്റെയും അവരുടെയും വേതനം, അങ്ങനെയുള്ള ആ വാഗ്ദാനം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗികമായ പ്രഖ്യാപനമാണ് ഇന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ, അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവർ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. UDF അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുക്കുന്ന തീരുമാനമായിരിക്കും KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും ഈ പറയുന്ന ആശാ വർക്കേഴ്സും അംഗൻവാടി അവരുടെ സഹായികൾക്കും അങ്ങനെയുള്ളവരുടെ വേതന വർധനവും. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ KSRTCയുടെ കാര്യം ഒരു ജൂൺ 15 മുതലാണ് അത് നടപ്പിലാവുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇവർ പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ല. കാരണം ഒരു യൂണിവേഴ്സലായിട്ട് എല്ലാ സ്ത്രീകൾക്കും എല്ലാ KSRTCയുടെ എല്ലാ വാഹനങ്ങളിലും ആണോ സൗകര്യം, അതോ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണോ സൗകര്യം എന്നുള്ളതിൻ്റെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു നിലയിലായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു മാസത്തിനകം വരുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ KSRTCയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇതിനകം തന്നെ കേരളത്തിലടക്കം ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. കേരളത്തിൽ ഒരു സർക്കാരിനോ അല്ലെങ്കിൽ KSRTCക്കോ ഇത്തരത്തിലുള്ള ഒരു കാര്യം അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അവരെ കൊണ്ട് താങ്ങാവുന്നതാണോ, അതിനുള്ള സാമ്പത്തികമായ അവസ്ഥ KSRTCക്കോ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനോ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ച. കാരണം ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പൊതുവേ പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ KSRTCയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ ഏതാണ്ട് 40% സ്ത്രീകളാണ്. അപ്പോൾ ആ 40% സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ സൗജന്യമായി യാത്ര ചെയ്യുകയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശ കണക്കനുസരിച്ചിട്ട് ഒരു ദിവസം 3.2 കോടി രൂപ, അതായത് 3,20,00,000 രൂപയുടെ വരുമാന നഷ്ടം KSRTCക്ക് ഉണ്ടാവും. അത് മാസം ഒരു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 96 മുതൽ 100 കോടി രൂപ വരെ ഒരു മാസം KSRTCയുടെ വരുമാന നഷ്ടമാണ്. വർഷത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ 1150 മുതൽ 1200 കോടി രൂപ വരെ നഷ്ടം വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതെല്ലാം പ്രിലിമിനറി ആയിട്ടുള്ള ഈ ഒരു കണക്ക് വെച്ചിട്ടാണ്. അതായത് 40% യാത്രക്കാർ സ്ത്രീകളാണ് എന്നുള്ള നിലയിൽ. അപ്പോൾ അവർക്ക് യൂണിവേഴ്സലായിട്ട് എല്ലാ സർവീസുകളിലും ഈ സൗജന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ KSRTCക്ക് വരാൻ പോകുന്ന ഈ വരുമാന നഷ്ടം, അപ്പോൾ ഈ KSRTCയുടെ ഈ വരുമാന നഷ്ടം സർക്കാർ സബ്സിഡൈസ് ചെയ്യുമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും വാഗ്ദാനം. അപ്പം സർക്കാർ ഓൾറെഡി കേരള സർക്കാർ ഒരു വർഷം ഏതാണ്ട് ഇപ്പം തന്നെ പെൻഷൻ, ശമ്പളം എന്നിവ KSRTC ജീവനക്കാർക്ക് നൽകുന്നതിനായി ഏതാണ്ട് 130 കോടി രൂപ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറയുന്ന വരുമാന നഷ്ടത്തിൻ്റെ ഇതൂടെയാണെന്നുണ്ടെങ്കിൽ 230 കോടി രൂപ ഒരു മാസം കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഏതാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1200 കോടി രൂപയുടെ ഏകദേശം ഒരു വർഷം സംസ്ഥാന സർക്കാരിന് അഡീഷണലായിട്ടുള്ള ഒരു സബ്സിഡി ബർഡനായിട്ട് വരും. കേരളത്തിൻ്റെ അതായത് കേരളത്തിൻ്റെ പൊതുവിലുള്ള സർക്കാരിൻ്റെ സാമ്പത്തിക ഇത് വെച്ച് നോക്കുമ്പം അത് എത്രത്തോളം ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ എത്രത്തോളം ഇതായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ തൊട്ടടുത്ത് സംസ്ഥാനമായ കർണാടകയിൽ സ്ത്രീ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള നിലയിൽ അവർ ഈ ഒരു സൗജന്യ യാത്ര കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം അവർക്ക് ഏതാണ്ട് 5300 കോടി രൂപയുടെ ഇതാണ് ഒരു വർഷം അതിൻ്റെ പേരിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ പറ്റാതെ കർണാടക സർക്കാർ വളരെയധികം ബുദ്ധിമുട്ടുകയാണെന്നുള്ള ഒരു വിവരങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആശാ വർക്കേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അവർക്ക് 21,000 രൂപയാക്കണം അവരുടെ ശമ്പളം എന്നുള്ളതായിരുന്നു ഡിമാൻഡ്. ആ ഡിമാൻഡ് എന്തായാലും അംഗീകരിച്ചിട്ടില്ല. 3,000 രൂപയാണ് ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 3,000 രൂപ കൂട്ടിയാൽ തന്നെ ഒരു മാസം ഏതാണ്ട് 7.93 കോടി രൂപ, ഏതാണ്ട് 8 കോടി രൂപയെന്ന് പറയാം.
8 കോടി രൂപയുടെ അഡീഷണൽ ബർഡനാണ് സംസ്ഥാന സർക്കാരിന് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 7.93 കോടി രൂപയുടെ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 96 കോടി രൂപയോളം ഒരു വർഷം അതിനകത്ത് വരും. പക്ഷെ അത് അപ്പോൾ അതായത് 26,448 ആശാ വർക്കേഴ്സാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഉള്ള ഈ തുകയെ എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ 3000 രൂപ കൂട്ടിയതോട് കൂടിയിട്ട് ഈ ഒരു 95 അല്ലെങ്കിൽ ഏതാണ്ട് 100 കോടി രൂപയെന്ന് നമുക്ക് പറയാം. 100 കോടി രൂപയുടെ അഡീഷണൽ ബർഡൻ ഒരു വർഷം സംസ്ഥാന സർക്കാരിനുണ്ടാവും. പക്ഷേ അതിൻ്റെ അത് വളരെ സിംബോളിക്കായ ഒരു തീരുമാനമാണ്. കാരണം നേരത്തെ നമുക്കറിയാം കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിലും ഏതാണ്ട് അഖിലേന്ത്യാ ഇൻ്റർനാഷണൽ ലെവലിൽ വരെ ഒരു ശ്രദ്ധ നേടിയ ഒരു സാധനമായിരുന്നു ഏതാണ്ട് 200 ദിവസം നീണ്ടു നിന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരം. അപ്പോൾ ആ സമരത്തോട് ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത് കേന്ദ്രത്തോട് പോയി ചോദിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു നിലയിലുള്ള സമീപനമായിരുന്നു. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ജനങ്ങളെ ഇന്നിപ്പം ആശാ വർക്കേഴ്സിൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ അവരുടെ ഇനിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള അവരുടെ പ്രതികരണമായിട്ട് പറഞ്ഞത് ഞങ്ങളെ കേൾക്കാനായിട്ട് ഒരു സർക്കാർ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നിലയിൽ അവർ വളരെ പോസിറ്റീവാണ് ആ കാര്യത്തിൽ. അപ്പം അതിൻ്റെ ഇപ്പം ഈ ആശാ വർക്കേഴ്സിൻ്റെ നേരത്തെ തന്നെ അറിയാം നമുക്ക്, കഴിഞ്ഞ സർക്കാർ അവർക്ക് 1000 രൂപ കൂട്ടിയിരുന്നു. 6000 രൂപ എന്നുള്ളത് 7000 രൂപയായിരുന്നു. പിന്നെ 2000 രൂപ അവർക്ക് കേന്ദ്രത്തിൻ്റെ ഇതായിട്ട് വരുന്ന ഷെയറായിട്ട് വരുന്നു. പിന്നെ മറ്റുള്ള ഡ്യൂട്ടി അനുസരിച്ചിട്ടുള്ള ഇൻസെൻറ്റീവ്. അപ്പോൾ അതെല്ലാം അനുസരിച്ചിട്ട് ഇവരുടെ ഏതാണ്ട് ശരാശരി 10,000 മുതൽ 12,000 രൂപ വരെ ആശാ വർക്കേഴ്സിനുള്ള വരുമാനം ഈ പുതിയ സർക്കാരിൻ്റെ ഈ തീരുമാനത്തോടുകൂടി 13,000 മുതൽ 15,000 രൂപ വരെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത് ആ നിലയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബിഗിനിങ്ങിലാണ് ഈ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റെടുത്ത ആദ്യ ദിവസം തന്നെയുള്ള പ്രഖ്യാപനങ്ങളിലൂടെ തെളിയിക്കുന്നത്. സർ, ഇന്ന് വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനം, മന്ത്രിസഭ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം തീരുമാനിച്ചാൽ പൊതുവെ ആൾക്കാർക്ക് തോന്നുന്ന ഒരു സംശയമാണ്. അപ്പോൾ അതിൽ വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു അധികാരമേറ്റ് ആദ്യ ദിവസമല്ലേ ആയിട്ടുള്ളൂ, സാമ്പത്തിക സ്ഥിതിയൊക്കെ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ, ആശാ വർക്കർമാർ അല്ലെങ്കിൽ മറ്റ് വർക്കർമാരൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള സഹായം നൽകണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ അത് ഉടനടി നടക്കില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ആശാ വർക്കർമാരുടെ ആവശ്യപ്രകാരം 21,000 രൂപയാക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ഒറ്റയടിക്ക് ആക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ 3,000 രൂപ കൂട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, തമിഴ്നാട്ടിൽ നമ്മൾ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കണ്ടതാണ്. അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനങ്ങളിൽ കുറേ കാര്യങ്ങൾ എങ്ങനെ ഇവർ പറയും, പക്ഷേ ഈ വാഗ്ദാനം നൽകുന്നതിന് മുന്നേ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇവർ യാതൊരു പരിശോധനയും നടത്തുന്നില്ല എന്നുള്ളൊരു സംശയമാണ് ജനറലായിട്ട് എനിക്ക് തോന്നുന്നു, ഇത് കണ്ട എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്. അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നത്? രാഷ്ട്രീയക്കാരുടെ പൊതുവിലുള്ള സ്വഭാവമാണ് വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ പലപ്പോഴും ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുന്നൊരു സ്ഥിതിയുണ്ട്. ഇപ്പം കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ട് പലതരത്തിലുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. കാരണം നമുക്ക് ഇപ്പം സംസ്ഥാന സർക്കാർ തന്നെ പറയുന്ന ഇൻഫർമേഷനുണ്ട്. ഇപ്പം സംസ്ഥാന സർക്കാർ, ഭരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടികൾ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള സാമ്പത്തിക കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുക അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാധനം ചെയ്യുക എന്നൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ അത് ഇപ്പം സംസ്ഥാന സർക്കാർ തരുന്ന കണക്കുകൾ മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും ഓരോ സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തരുന്നുണ്ട്. പിന്നെ നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CNAGയുടെ കണക്കുകളുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ നീതി ആയോഗ് പോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികൾ തന്നെ ഓരോ സംസ്ഥാനങ്ങളെക്കുറിച്ചിട്ടുള്ള സാമ്പത്തിക അവലോകനങ്ങൾ പറയുന്നുണ്ട്. അപ്പം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇനി മന്ത്രിസഭ അധികാരമേറ്റെടുത്ത് സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു ധാരണയുണ്ടാവൂ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നു തൽക്കാലത്തേക്കുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്ന പോലുള്ള ഒരു ഡയലോഗ് മാത്രമാണ്. കാരണം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, കാരണം അത് ഇപ്പം ഒരു സംസ്ഥാന സർക്കാർ പറയുന്ന കണക്കുകൾ വെറും വ്യാജമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭരണഘടനാ സംവിധാനം തന്നെ നിലനിൽക്കില്ല. കാരണം ഈ കണക്കുകൾ ബജറ്റിലാണ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയാണ്. അത് അസംബ്ലിയിലൂടെ അത് പാസ്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കണക്കുകളെല്ലാം തെറ്റാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണക്കുകളെ കുറിച്ചിട്ടുള്ള
വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകും, വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളുണ്ടാകും. പക്ഷേ ആ കണക്കുകൾ തന്നെ മുഴുവൻ തെറ്റാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംവിധാനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ ഏതാണ് കേരള സർക്കാർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഒരു ധവളപത്രം ഇറക്കാൻ പോവുകയാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു 4-5 ധവളപത്രങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള അച്യുതാനന്ദൻ സർക്കാർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ ധവളപത്രം, നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴത്തേക്ക് ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇടതുമുന്നണി സർക്കാർ വന്നപ്പോൾ അവരും ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു വഴിക്ക് നടക്കും. അവരവരുടേതായുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില നിഗമനങ്ങൾ ഈ ധവളപത്രങ്ങളിൽ അല്ലെങ്കിൽ വരും. അത് കഴിഞ്ഞിരുന്നാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഏത് നിലയിലാണ് പോകുന്നതെന്നുള്ളത് അതിൻ്റെ വേറെ പല ഫാക്ടേഴ്സും പല കാരണങ്ങൾ അതിലുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്നുള്ള വരുമാനം, സ്വന്തം നികുതി വരുമാനം, അത്രയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എടുത്തു കഴിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയുന്ന 2 കാര്യങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണുള്ളത്. ഒന്ന് എന്താണ്, നമ്മുടെ സ്വന്തം വരുമാനം, സംസ്ഥാനത്തിൻ്റെ നികുതിയും നികുതിയേതര വരുമാനവും എത്ര കണ്ട് ഉയർത്താമെന്നുള്ളത്. ഇപ്പം നികുതി വരുമാനം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് 2 ഏരിയകളിൽ മാത്രമേ സംസ്ഥാനത്തിന് നികുതി പിരിക്കാൻ ഉള്ള ഇതൊന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മുകളിലുള്ള സ്റ്റേറ്റിന് ചുമത്താവുന്ന ടാക്സ്, പിന്നെ അല്ലെങ്കിൽ മദ്യം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ചുമത്താവുന്ന ടാക്സ്. ഇത് അല്ലാതെ കേരളത്തിന് വേറെ നികുതി പിരിക്കുക, ബാക്കിയുള്ള എല്ലാ സർവീസസും ഉൽപ്പന്നങ്ങളും എല്ലാം തന്നെ GSTയുടെ കീഴിൽ വരുന്നതാണ്. അത് GSTയുടെ സാധനം GST കൗൺസിൽ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ആ നിലയിൽ സംസ്ഥാനത്തിന് സ്വന്തമായിട്ട് നികുതി വരുമാനം ഉയർത്താനായിട്ടുള്ള മാർഗ്ഗമില്ല. ഇപ്പോൾ മദ്യത്തിൻ്റെയും പെട്രോൾ ഉൽപ്പന്നങ്ങളുടെയും എല്ലാം നികുതിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കേരളം ഏതാണ്ട് അത് പിരിക്കാവുന്നതിൻ്റെ പരമാവധി എത്തിയിട്ടുണ്ട്. പിന്നെ ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നികുതി പിരിവിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ചിട്ടാണ്, ടാക്സ് കളക്ഷൻ. നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട നികുതി ലഭിക്കുന്നില്ല. ഇപ്പോൾ ഡോക്ടർ KP കണ്ണനെ പോലെയുള്ള പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ വളരെ കാലമായിട്ട് ഈ കാര്യം ഉന്നയിക്കുന്നതാണ്. എവിടെയോ നികുതി ചോർച്ച സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാക്സ് കളക്ഷൻ എഫിഷ്യൻസിയെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം വളരെ ഗൗരവമായ പരിഗണന അർഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ടാക്സ് ചോർച്ച സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ സിസ്റ്റമിക് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം നമുക്ക് യഥാർത്ഥത്തിൽ പിരിഞ്ഞു കിട്ടേണ്ട ടാക്സ് എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട്. അതിൽ ഈ സിസ്റ്റത്തിനകത്തുനിന്നുള്ള എല്ലാവരും തന്നെ ഉത്തരവാദികളാണ്. അത് രാഷ്ട്രീയക്കാരാവാം, ഉദ്യോഗസ്ഥരാവാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംവിധാനത്തിൻ്റെ തകരാറുകളാവാം. അപ്പോൾ ഇതെവിടെയാണ് ഇതിൻ്റെ പാകപ്പിഴ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് ഈ വരുമാനം ഉയർത്തുന്ന കാര്യത്തിൽ വളരെ നിർണായകമായ ഒരു ഘടകമായിരിക്കും. പിന്നെ വളരെ നിർണായകമായ മറ്റൊരു കാര്യം, ഈ സംസ്ഥാനത്തിൻ്റേതായ പല സേവനങ്ങളുമുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അങ്ങനെ പല മേഖലകളിലും ഉള്ള ഇതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇതിൻ്റെ ഫീസുകൾ കൂട്ടുക, ആരോഗ്യ മേഖലയിൽ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ഫീസുകൾ കൂട്ടുക. അപ്പോൾ അതെല്ലാമാണ് നികുതി വരുമാനം അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സ്വന്തം വരുമാനം ഉയർത്താനുള്ള മാർഗങ്ങൾ. അപ്പോൾ ഈ നിലയിൽ വരുമാനങ്ങൾ ഉയർത്താതെ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഈ പറയുന്ന വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പണം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിരിക്കും. മറ്റൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മന്ത്രിസഭ തീരുമാനിക്കുന്ന സമയത്ത് ഘടകകക്ഷികളുടെ മാത്രം അഭിപ്രായമായിരുന്നില്ല UDF കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലത്തീൻ സഭ, ശിവഗിരി മഠം, അവിടെ നിന്നൊക്കെ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൽ വലിയ തർക്കങ്ങളും അഭ്യർത്ഥനകളും നിരാശകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചകളിൽ കണ്ടിരുന്ന ഒരു സംഭവമാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ കാസർഗോഡ്, കോഴിക്കോട്, പത്തനംതിട്ട, ഇടുക്കി എന്നിവിടങ്ങളിൽ നിന്നൊന്നും മന്ത്രിമാരില്ല എന്നുള്ളൊരു പരാതി. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഒരു ഇഷ്യൂ കൂടെ ഈ ഒരു മന്ത്രിസഭ ഫേസ് ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടെയാണ്. അതിപ്പം മന്ത്രിസഭയുടെ മാത്രം ഒരു വിഷയമായിട്ട് ചുരുക്കാനാവില്ല. അത് UDF രാഷ്ട്രീയത്തിനകത്ത് തന്നെ വരുന്ന അല്ലെങ്കിൽ അതിൽ ഉള്ള വൈരുദ്ധ്യങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ടാണ് വരണത്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം മുതൽ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ പ്രാതിനിധ്യം ഇല്ലായ്മയും കുറിച്ചിട്ടുള്ള പരാതികളും പരിഭവങ്ങളുമാണ്. ഇപ്പം 21 മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരും, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ്, അങ്ങനെ മൊത്തം 24 ക്യാബിനറ്റ് പദവിയുള്ള ആണ് ഈ മന്ത്രിസഭ. 24 ക്യാബിനറ്റ് പദവിയിൽ
14 പേരും ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരാണെന്നുള്ളതാണ് ഒരു 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 പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം ഇന്നലെ മുതൽ വരുന്നത്. പിന്നെ എന്താണ്, ഭൂരിപക്ഷ സമുദായം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഹിന്ദു സമുദായത്തിൽ നിന്ന് ബാക്കി 10 പേരാണ് ഉള്ളതെന്നുള്ളത്. പിന്നെ ഈ സമുദായങ്ങൾക്കുള്ളിൽ തന്നെയുള്ള പ്രാതിനിധ്യത്തെക്കുറിച്ചിട്ടുള്ള വലിയ പ്രശ്നമുണ്ട്. ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഹിന്ദു സമുദായമെന്ന് പറയപ്പെടുന്ന ഈഴവ സമുദായത്തിന് ഈഴവ സമുദായത്തിൽ നിന്ന് 3 പേരാണ് ഈ പ്രതിനിധികളായിട്ട് ഈ മന്ത്രിസഭയ്ക്കകത്തുള്ളതും മന്ത്രിസഭയ്ക്കകത്തോ അല്ലെങ്കിൽ ഈ ക്യാബിനറ്റ് പദവിയുള്ളത്. പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, മറ്റേ സവർണ നായർ സമുദായം എന്ന് പറയുന്നവരിൽ നിന്ന് 5 പേര്. അപ്പോൾ ഇത് സാമുദായികമായ സന്തുലിതത്വം തീരെ ഇല്ലാത്ത ഒന്നാണെന്നുള്ള ഒരു ആക്ഷേപം ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. പിന്നെ വരുന്നത് മറ്റേ 7 മന്ത്രിമാർ 14 പേര് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന്, പ്രധാനമായിട്ടും മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്ന് വന്നവരാണെന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ചില സമുദായങ്ങളെ തീരെ റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ പോയി. ഇപ്പം ലത്തീൻ സഭ അവർ വലിയതായിട്ട് ഇതിനകത്തില്ല, നാടാർ സമുദായം ഇല്ല. അപ്പോൾ ഇത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF എന്ന് പറയുന്ന സംവിധാനം, അല്ലെങ്കിൽ കേരളത്തിലെ 2 മുന്നണികളും എല്ലാ കാലത്തും മത ജാതി സാമുദായികമായിട്ടുള്ള എല്ലാ ശക്തികളെയും അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള നിലയിൽ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എല്ലാം തന്നെ ഇത്തരം പരിഗണനകളെല്ലാം വെച്ചിട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം മുതലുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള ഡിമാൻഡുകൾ വയ്ക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഇടതുമുന്നണിയുടെ സമയത്ത് ഇത്ര പ്രകടമായിട്ട് അങ്ങനെ ഒരു ഡിമാൻഡ് വരാറില്ലായിരുന്നു. കാരണം അതിനല്ലാതെ എന്തോ പരിഹരിക്കാനുള്ള വിദ്യകൾ അവർക്കുണ്ടായിരുന്നു. ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവരുടെ കാര്യത്തിൽ ഈ കാര്യം വളരെ പ്രകടമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രാദേശികമായിട്ട് ഇപ്പോൾ ഹരി ഉന്നയിച്ച പ്രധാന കാര്യം കോഴിക്കോട്, ഒരുപക്ഷെ UDFനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ ഈ 100 സീറ്റ് വിജയത്തിലൊരു പ്രധാന ഘടകമായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നത്. കാരണം 13 സീറ്റിൽ 12 സീറ്റും കിട്ടി. ആ കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യം ഇല്ല. അതേപോലെ പത്തനംതിട്ട ഏതാണ്ട് എല്ലാ സീറ്റും ഒരു സീറ്റ് ഒഴികെ ബാക്കി ജയിച്ച ഇതാണ്, അതിന് പ്രാതിനിധ്യമില്ല. ഇടുക്കിയില്ല, കാസർഗോഡ്. അപ്പോൾ ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ UDF മന്ത്രിസഭയ്ക്കെതിരെ ഉള്ള പലതരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളായിട്ട് മാറും. അതിലേറ്റവും പ്രധാനം ഇപ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഇവിടുത്തെ BJPയെ പോലെയുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷയമായിട്ട് അവർ ഉന്നയിക്കും. കാരണം ന്യൂനപക്ഷങ്ങളുടെ അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പം ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ മന്ത്രിസഭയാണെന്നുള്ള ആക്ഷേപം ആ നിലയിലേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരുപക്ഷെ കേരളം കാണാത്ത രീതിയിലുള്ള കമ്മ്യൂണലായിട്ടുള്ള പോളറൈസേഷനും പ്രചരണങ്ങളുമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ സംവാദ മണ്ഡലത്തെ വരും ദിവസങ്ങളിൽ ഡോമിനേറ്റ് ചെയ്യുക എന്നാണ്.